കോസ്ബി ജി എന്ന് പറയുന്ന ഈ ഒരു മെഡിസിനെ കുറിച്ച് അത്യാവശ്യം പോസിറ്റീവ് കമന്റ് റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലെറ്റ്സ് കം ഇൻ ടു ദി വീഡിയോ. ആദ്യം തന്നെ കുറെ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചപ്പോൾ നെഗറ്റീവ് കമന്റ്സും കുറച്ച് പോസിറ്റീവ് കമന്റ് 2000 റുപ്പീസിന്റെ ഓയിൽമെന്റ്സ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ ഹലോ ഗൈസ്, റീസെന്റ് ഞാൻ അപ്ലോഡ് ചെയ്ത കോസ്ബി ജി എന്ന് പറയുന്ന ഈ ഒരു മെഡിസിനെ കുറിച്ച് അത്യാവശ്യം പോസിറ്റീവ് കമന്റ്സും നെഗറ്റീവ് കമന്റ്സും സെയിം ദ ടൈം ഉണ്ടായിട്ടുണ്ട്. സോ ഞാൻ വിചാരിച്ച് കൂടുതൽ ഡിസ്കഷൻ കമന്റ് ബോക്സിൽ എന്തായാലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആൻസർ കിട്ടാത്തതുകൊണ്ടായിരിക്കും ഓരോ കമന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഐ തോട്ട് ഇതിനെ കുറിച്ച് ഒരു ടോട്ടലി നോളജബിൾ ആയിട്ടുള്ള പക്ക റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചു. സോ അങ്ങനെയാണ് ഈ ഒരു വീഡിയോയിലേക്ക് നമ്മൾ കിടക്കാൻ പോകുന്നത്. സോ അധികം ഞാൻ ഇൻട്രോ പറഞ്ഞിട്ട് ബോറാക്കുന്നില്ല. സോ ലെറ്റ്സ് കം ഇൻ ടു ദി വീഡിയോ. ആദ്യം തന്നെ ഐ റിയലി വോണ്ടഡ് ടു ടേക്ക് എ മൊമെന്റ് ടു താങ്ക് യു ഫോർ ട്രസ്റ്റിംഗ് മീ. ഈ ഒരു വീഡിയോ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് 300K+ വ്യൂസ് അങ്ങ് പെട്ടെന്ന് ആയത്. ഇതിനെ കുറിച്ചൊരു റിവ്യൂ വീഡിയോ ഇടാന്ന് ഞാൻ വിചാരിച്ചു. സോ ഞാൻ കുത്തിയിരുന്ന് കുറെ റിസർച്ച് ചെയ്ത് കുറെ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ബുക്കിൽ ഇതിങ്ങനെ എഴുതി വെച്ച് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഇങ്ങനെ എഴുതി വെച്ച് അങ്ങനെ ഞാൻ റിസർച്ച് ചെയ്തിട്ടാണ് ഫൈനലി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ അത്യാവശ്യം എല്ലാം അറിഞ്ഞ് അന്വേഷിച്ച് പഠിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. സോ പ്ലീസ് മേക്ക് ഷുവർ ടു വാച്ച് ഫുൾ വീഡിയോ. ഓക്കെ ഗൈസ്, ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് നെഗറ്റീവ് കമന്റ്സും കുറച്ച് പോസിറ്റീവ് കമന്റ്സും കാണാം. ഏതൊരു കാര്യത്തിൽ രണ്ട് സൈഡ് ഉള്ളത് പോലെ തന്നെ ഈ ഒരു റിവ്യൂവിന്റെ കമന്റ് സെക്ഷനിലും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ്, ഞാൻ എൻ്റെ ആ ഒരു വീഡിയോയിൽ റിവ്യൂ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അതായത് ഞാൻ നോർമലി ഇപ്പം എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ സ്കിൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകാറുണ്ടായിരുന്നു പണ്ട്. അപ്പം സ്കിൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ ഇപ്പം എനിക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് പണ്ട് നല്ല ഡാൻഡ്രഫ് ഉണ്ടായിരുന്ന ടൈമിൽ ഡോക്ടർ ഒരു 350-450 അറൗണ്ടിൽ ഒരു ഷാമ്പൂ, ഒരു വളരെ കുറഞ്ഞ ML ഉള്ള, എനിക്ക് തോന്നുന്നു 100 ml 200 ml എന്തോ ഉള്ള ഒരു ഷാമ്പൂ തന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു റിസൾട്ട് പോലും കിട്ടിയില്ല, വേസ്റ്റ് ഓഫ് മണി. അതുപോലെ തന്നെ എനിക്ക് സ്കിന്നിന് എന്തോ ഒരു പ്രോബ്ലം വന്നപ്പോഴത്തേക്കും 2000 റുപ്പീസ് ഗൈസ്. അത് ഇപ്പോഴും ഞാൻ വീട്ടിൽ സംസാരിക്കുമ്പോൾ ഉമ്മച്ചിൻ്റെ അടുത്ത് പറയുമ്പോൾ 2000 രൂപയുടെ ഓയിൽമെന്റ്സ് ഐ യൂസ് 2000 റുപ്പീസിന്റെ ഓയിൽമെന്റ്സ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചിലപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്തിട്ട് പോലും നമുക്ക് ചില സമയത്ത് റിസൾട്ട് കിട്ടാറില്ല. അപ്പം എനിക്ക് യൂസ് ചെയ്തിട്ട് അഫോർഡബിളും അതുപോലെ തന്നെ റിസൾട്ടും കിട്ടിയ ഒരു സാധനം ജസ്റ്റ് ഞാനൊരു റിവ്യൂയിലൂടെ നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്തൊരു വീഡിയോ മാത്രമാണത്. അതല്ലാതെ ഞാൻ പ്രൊമോട്ട് ചെയ്തതോ ആ ഒരു 36 ക്രീമിന് എനിക്ക് 36,000 രൂപ കിട്ടിയിട്ട് പ്രൊമോട്ട് ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹാംനെസ് വരുത്താൻ ആഗ്രഹിച്ചിട്ട് അങ്ങനെ ചെയ്തൊരു വീഡിയോ അല്ല. ഓൾസോ അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് അത് ഒന്ന് റീച്ച് ആയത് പോലും ആ വീഡിയോസ്. ഗൈസ്, ഞാൻ എൻ്റെ മനസ്സിൽ തട്ടി പറയുന്നത് ഐ റിയലി ഡോണ്ട് വോണ്ട് ടു ഹാം എനി വൺ. ഓൾസോ എൻ്റെ അടുത്ത് ഇത് യൂസ് ചെയ്തിട്ട് റിസൾട്ടിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളവരുണ്ടായിരുന്നു. സോ ഞാൻ എൻ്റെ പണ്ടത്തെ പിക്സ് കുറച്ച് ഇവിടെ ഒന്ന് കാണിക്കാം. ആൻഡ് ഇപ്പോഴത്തെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓൾസോ ഗൈസ്, എന്നെ ട്രസ്റ്റ് ചെയ്ത് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഈ ഒരു കോസ്ബി ജി എന്ന് പറയുന്ന ഈ ഒരു ഓയിൽമെന്റ് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മേടിക്കാൻ നിൽക്കുന്നവരടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ടേം ആയിട്ട് ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലതല്ല. ബിക്കോസ് നമ്മുടെ സ്കിൻ ഒന്നുകൂടി തിന്നർ ആവുകയും മേ ബി ഫേഷ്യൽ ലെയേഴ്സ് ഒക്കെ കുറച്ചുകൂടി കൂടുതൽ ഗ്രോത്ത് ആവുകയൊക്കെ ചെയ്യാറുണ്ട് ഈ ഒരു ക്രീം ഓവർ ടൈമോ ലോങ് ടൈമോ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ എന്തുകൊണ്ടിട്ടാണ് നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ സ്റ്റിറോയിഡ് കണ്ടന്റ് ഉള്ളത് കൊണ്ടിട്ടാണ് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത്. ബിക്കോസ് ആസ് യൂഷ്വൽ നമുക്ക് എല്ലാവർക്കും ഇൻസ്റ്റന്റ് റിസൾട്ട് ആണ് വേണ്ടത്. അപ്പം ഞാൻ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇൻസ്റ്റന്റ് റിസൾട്ട്, അതായത് വിതിൻ 3 days ഒക്കെ കൊണ്ട് ഇത്രയും നല്ല ഡാർക്ക്നെസ് ഒക്കെ മാറാന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരു രീതിക്കാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഇതിനൊരു സൈഡ് എഫക്ട്സ് കൂടി ഷെയർ ചെയ്യണമെന്നുണ്ട്. ബാക്കി ഇത് യൂസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് ഗൈസ്. ഞാൻ ഇത് ആക്ച്വലി സ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് കേട്ടപ്പം ഞാനിപ്പോൾ ഡെയിലി ഇടാറുണ്ട്. അപ്പോൾ ഈ ഒരു ഡാർക്ക്നെസ് കുറച്ച് കുറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി തൊട്ട് ഇത് യൂസ് ചെയ്യണ്ട എന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ ഇത്രയും റിസർച്ച് ചെയ്തുകൊണ്ടിട്ട് എനിക്കും ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ എനിക്കിങ്ങനെ ഒരു മാറ്റം ഉണ്ടെങ്കിൽ അഫ്കോഴ്സ് ഐ ഷുഡ് ഷെയർ വിത്ത് യു. സോ ടോട്ടലി പറയുകയാണെങ്കിൽ ഗൈസ്, ഈ ഒരു ക്രീം ഹാംഫുൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടലി ഇതങ്ങനെ ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു ക്രീം അല്ല. ബട്ട് വിത്ത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഡോക്ടറെ അടുത്ത് അങ്ങോട്ട് പോയി ചോദിക്കാം. ഇങ്ങനൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, ഇതെനിക്ക് യൂസ് ചെയ്യാമോ, എന്റെ സ്കിന്നിന് ഇത് ഓക്കെ ആണോ എന്ന് ഡോക്ടറെ അടുത്ത് നിങ്ങൾക്ക് സജഷൻ ചോദിക്കാം. ഡോക്ടർ നിങ്ങളുടെ സ്കിൻ ടെക്സ്ചറും എല്ലാം നോക്കിയിട്ട്
നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് ഡോക്ടർ പറയുവാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യുക. സോ ഇറ്റ് വോണ്ട് ബി ഹാംഫുൾ ഫോർ യു. ആൻഡ് ഓൾസോ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇത് ഓഫ് കോഴ്സ് ഷോർട്ട് ടേം മാത്രമേ ഇത് പ്രിസ്ക്രൈബ് ചെയ്യത്തുള്ളൂ എന്നാണ് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം കൂടി. സോ ഡെഫിനറ്റ്ലി പ്ലീസ് ഡു കൺസൾട്ട് വിത്ത് എ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ. അതിനുശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ കുറച്ച് പേര് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഈ ഒരു ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം. ഡ്രൈ സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ സ്കിന്ന് കോമ്പിനേഷൻ സ്കിന്നാണ്. ഡ്രൈ സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ റിസർച്ച് ചെയ്തപ്പോഴത്തേക്കും ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കുറച്ചുകൂടി സെൻസിറ്റീവ് ആവാനും തിന്നർ ആവാനും ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ കണ്ടത്. അതും ഓവർ ടൈം യൂസ് ചെയ്യുകയാണെങ്കിൽ. ഷോർട്ട് ടൈമിന്റെ കാര്യം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ബട്ട് പ്ലീസ് മേക്ക് ഷുവർ യു കൺസൾട്ട് എ ഡോക്ടർ. പിന്നെ ഐ ഏരിയയിൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗൈസ്, ഐ ഏരിയയിൽ നമ്മൾ അണ്ടർ ഐ ക്രീംസ് അല്ലാതെ വേറെ ഒരു ക്രീംസും യൂസ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഇറ്റ് ഹാസ് എ സ്പെസിഫൈഡ് ക്രീംസ്. അത് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അണ്ടർ ഐ നമ്മൾ ഐ ഏരിയസിൽ ഒന്നും, ഈവൻ നമ്മൾ നാച്ചുറൽ റെമഡീസ് ഇടുമ്പോൾ പോലും ഐ ഏരിയസിൽ യൂസ് ചെയ്യാറില്ലല്ലോ. സോ ഐ ഏരിയസിലൊന്നും ആരും ഒന്നും യൂസ് ചെയ്യരുത്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് എന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടത് കൊണ്ടിട്ടാവാം അഫോർഡബിൾ ആയിട്ടുള്ള സ്കിൻ കെയർ, ആക്നി ഒക്കെ പോകാനുള്ളത്, അതുപോലെ തന്നെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ജെന്യുവൻ ആയിട്ട് സജസ്റ്റ് ചെയ്യാമെന്ന്. ഗൈസ്, I will be honest also, guys. And thank you for the trust and support. And also എന്നെ ഈ ഒരു കമന്റിലൂടെ കറക്റ്റ് ചെയ്ത ഡോക്ടേഴ്സ് ആയിക്കോട്ടെ ആരായാലും എന്നെ കറക്റ്റ് ചെയ്തവർക്കും എന്നെ അക്സെപ്റ്റ് ചെയ്തവർക്കും തിരുത്തിയവർക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫ്രം ദി ബോട്ടം ഓഫ് മൈ ഹാർട്ട്. And yes guys, I need your support more. I will continue to share my honest experience throughout this journey. ഓൾസോ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഒരു സേഫ് സ്പേസ് കൂടിയിട്ടായിരിക്കും. എനിക്ക് എന്നാലാവുന്ന മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിരുത്തിയും പഠിച്ചും ഞാൻ മുന്നോട്ട് പോകുന്നതായിരിക്കും. സോ ഓഫ് കോഴ്സ് ഐ നീഡ് യുവർ സപ്പോർട്ട് ഗൈസ്. ഐ വിൽ ലേൺ ആൻഡ് സ്റ്റേ സേഫ്. ലവ് യുവർ സ്കിൻ ഗൈസ്. ആൻഡ് ഐ വിൽ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.